الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് ചൊരിയപ്പെട്ട വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അനിവാര്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഹദീസുകളിലൂടെ വിശാലമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഉപദേശങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളെ ഒന്നടങ്കം ഇരുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഉപദേശങ്ങൾ കാണാം. അതുപോലെ തന്നെ വ്യക്തിപരമായി സ്വഹാബികളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ഉപദേശം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില ഉപദേശങ്ങൾ ഇമാം അഹ്മദും തുർമുദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, പരലോകത്ത് രക്ഷപ്പെടാൻ പാകതയിലുള്ള ചില ഉപദേശങ്ങൾ, ചില കലിമത്തുകൾ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്വഹാബികൾ, അവരിൽ പ്രധാനിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെവി കൂർപ്പിച്ച് പ്രവാചകന്റെ നാവുകളിലേക്ക് നോക്കി
പ്രവാചകന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി ചെവി കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഉപദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ മാത്രം ഒതുങ്ങുന്ന ഉപദേശമല്ല, മറിച്ച് ലോകത്തുള്ള സകല വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള 5 ഉപദേശങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ഉപദേശമായി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്തഖി മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കണം. അബൂ ഹുറൈറ, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിൽ തകുൻ, നിനക്കാവാം അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഒരു ദാസനായി നിനക്ക് മാറാൻ സാധിക്കും. എന്തുണ്ടായാൽ? ഹറാമുകളിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയാണെങ്കിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതേതെങ്കിലും 1 2 ഹറാമുകളെ മാത്രം ഉദ്ദേശിച്ചല്ല. ഹറാമുകളായി പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സകല തിന്മകളിൽ നിന്നും നമുക്ക് തടസ്സമായി, അല്ലെങ്കിൽ ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഉപദേശം. ഇത്തഖി മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിൽ തകുൻ, നിനക്കാവാം അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാം. നല്ല ഒരു ദാസന്റെ ഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹറാമുകളുമായി ജീവിതം സ്പർശിക്കാത്തവനായിരിക്കും. ഈ ക്വാളിറ്റി സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം സദാ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട വാക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പദപ്രയോഗം. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ ലോകത്ത് മനുഷ്യന്മാർ ഹറാമുകളിൽ മുങ്ങിത്താഴ്ന്ന് ജീവിക്കുന്ന കാലം ഒരു ഭാഗത്ത് നമുക്ക് കാണാം. മറ്റൊരു വശത്ത് സാമ്പത്തികമായ ഇടപെടലുകളിലും പലിശയെപ്പോലെയുള്ള മഹാഗർത്തങ്ങളിൽ ചെന്ന് വീണുകിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. എന്താണ് പലിശ? ഏതൊക്കെ കച്ചവടങ്ങളിലാണ് എന്റെ ജീവിത മാർഗത്തിലേക്ക് പലിശ വരുന്നത്, എവിടൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ ആളുകൾ തയ്യാറല്ല. തോന്നിയ പോലെ സമ്പാദിക്കാനും തോന്നിയ പോലെ ചെലവഴിക്കാനും ഒക്കെ മനസ്സ് കാണിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ നിബന്ധനകൾ വെച്ചു. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹറാമുകളിൽ നിങ്ങൾ വിട്ടുനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി നമ്മളെ പഠിപ്പിച്ചല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യന്റെ മുതൽ നിങ്ങൾ തിന്നരുത്. അനാവശ്യമായി മറ്റുള്ളവന്റെ മുതൽ നിങ്ങൾ കൊള്ളയടിച്ചു തിന്നരുത്. എല്ലാ മേഖലയും പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ ഹറാമുകൾ തിന്നുന്ന സകല മേഖലകളെയും ഉൾക്കൊള്ളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും. സഹോദരങ്ങളെ, ആരാനെ പറ്റിച്ച് ജീവിതത്തിൽ ഭക്ഷിക്കുന്ന തന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ആളുകളുണ്ട്. സ്വഹാബത്ത് പോയ സ്വർഗം കൊതിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് ജീവിതത്തെ അതുപോലെ ക്രമീകരിക്കാൻ തീരുമാനിച്ചവരാണ് സ്വഹാബികൾ. വീട്ടിൽ നിന്ന് ഭർത്താവ് പട്ടിണി കൊണ്ട് കരയുന്ന മക്കളെ കണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വാതിൽ പൊളിയുടെ പിന്നാമ്പുറത്തു നിന്ന് ഭാര്യ വിളിച്ചു പറയാണ് തന്റെ ഭർത്താവായ സ്വഹാബിയോട്, വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമിന്റെ മുതലൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ. ഒരു ദിവസം കൂടിയൊക്കെ പട്ടിണി കിടക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്, നമ്മുടെ മക്കൾക്കുണ്ട്. പക്ഷേ ആളിക്കത്തുന്ന നരകത്തിന്റെ ഗർത്തത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഭർത്താവിനെ നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, പട്ടിണി കിടക്കുന്ന വീട്ടിൽ പോലും മക്കളെ ഓർത്തു വല്ല ഹറാമും എന്റെ ഭർത്താവ് കൊണ്ടുവരുമോ എന്ന് പേടിക്കുന്ന, അങ്ങനെ വല്ലതും തിന്നേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന ഭാര്യമാരെ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാമായിരുന്നു. സഹോദരങ്ങളെ, സുബഹിന്റെ നേരത്ത് പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അദ്കാറുകൾ ചൊല്ലാതെ, സലാം വീട്ടിയ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ നീ പോണത്? എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്ന സലാം വീട്ടിയ ഉടനെ എങ്ങോട്ടാ നീ ഇറങ്ങി ഓടുന്നത്?
അള്ളാന്റെ റസൂലിനോട് ആ സ്വഹാബി പറഞ്ഞ വാക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്ക്, റസൂലേ, ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ മക്കൾ ഉണരുമോ എന്നതാണ് എന്റെ പേടി. പ്രായപൂർത്തിയെത്താത്ത എന്റെ പിഞ്ചുമക്കൾ പല രാത്രികളിലും വിശന്നൊട്ടിയ വയറുമായിട്ടാണ് രാത്രിയിൽ അവർ കിടന്നുറങ്ങാറുള്ളത്. അവർ എഴുന്നേറ്റ് നേരം വെളുത്ത് വീട്ടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ എന്റെ അയൽവാസിയുടെ ഈത്തപ്പന എന്റെ വീട്ടുമുറ്റത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. അതിൽ നിന്ന് കുരുത്തു നിൽക്കുന്ന പഴങ്ങൾ എന്റെ വീട്ടുമുറ്റത്തേക്ക് വീണിട്ടുണ്ടാകും. പട്ടിണിയോടെ കിടന്നുറങ്ങിയ മക്കളെങ്ങാനും രാവിലെ എഴുന്നേറ്റ് അതെടുത്ത് കഴിക്കുമോ എന്ന് പേടിയാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് അത് കൈകളിലേക്ക് പെറുക്കിയെടുത്ത് അയൽവാസിയുടെ പറമ്പിലേക്ക് ഇട്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇവിടെയാണ് ആ സ്വഹാബത്ത് പോയ സ്വർഗം കൊതിക്കുന്ന നമ്മൾ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്നത്. അല്ലേ? സംസാരത്തിൽ ഹറാമുകൾ, കാഴ്ചയിൽ നോട്ടത്തിൽ ഹറാമുകൾ. നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. കുല്ലബിയെ പറഞ്ഞു കൊടുക്കണം അവരോട്, ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അവരുടെ കണ്ണിനെ താഴ്ത്താൻ വേണ്ടി അവരോട് പറ. അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരോട് പറ. മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദൂന ഫുറൂജഹുന്ന. ഇന്നെവിടെയാണ് താഴ്ത്തുന്നത്? കണ്ണിനെ താഴ്ത്താൻ ഹറാമുകളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. അത് നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹു പറഞ്ഞു. ഫലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ. വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് സാധ്യതയുള്ള നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, ലൈംഗികാവയവങ്ങളെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം ഹറാമുകളുണ്ടോ സകല ഹറാമിനെയും അവരൊറ്റ ആയത്ത് കൊണ്ട് അല്ലാഹു കൊട്ടിയടച്ചു. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ എടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് വൃത്തികെട്ട ഏർപ്പാടാണ്, വളരെ മ്ലേച്ഛകരമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഹറാമുകളിൽ നിന്നും ഇത്തഖി മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഹറാമുകൾ തിന്നുന്നവരോട്, ഹറാമുകൾ കാണുന്നവരോട്, ഹറാമായ വസ്ത്രം ധരിക്കുന്നവരോട്, ഹറാമായ ജീവിതം നയിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമയായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു. അയാളുടെ ശരീരം അഴുക്കുപുരണ്ട ശരീരമാണ്. യാത്രയുടെ ക്ഷീണം അയാളുടെ ശരീരത്തിലുണ്ട്. ജടകുത്തിയ മുടിയുമായി അയാൾ പള്ളിയിലേക്ക് വന്നു. അയാൾ പള്ളിയുടെ മധ്യത്തിൽ ഇരുന്ന് യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ അയാൾ റബ്ബിനോട് എടുത്തു പറയുന്നു. യാ റബ്ബു, യാ റബ്ബു, എന്റെ നാഥ, എന്റെ നാഥ എന്ന് പറഞ്ഞ് അയാളുടെ സങ്കടങ്ങൾ അയാൾ അല്ലാഹുവിനോട് പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വമത്മഅഹു ഹറാം, ഹറാമായ ഭക്ഷണമാണ് അയാൾ കഴിക്കുന്നത്. വമശ്റബഹു ഹറാം, ഹറാമായ പാനീയമാണ് അയാൾ കുടിക്കുന്നത്. വമൽബസഹു ഹറാം, ഹറാമിന്റെ വസ്ത്രമാണ് അയാൾ ഉടുത്തിരിക്കുന്നത്. വഉദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതമാണ് ആ മനുഷ്യൻ നയിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുക? എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? സഹോദരങ്ങളെ, ഹറാമുകളിലൂടെ ജീവിക്കുന്നവന്റെ ദുആക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിലയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇത്തഖി മഹാരിം, ഹറാമുകൾ നിങ്ങൾ സൂക്ഷിക്കണം. എങ്കിൽ തകുൻ, നിങ്ങൾക്കാവാം അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാൻ കഴിയുമെന്നാണ്. രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹു തന്നതിനെ തൃപ്തിപ്പെട്ട് നീ ജീവിക്കുക. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അതിൽ തൃപ്തിപ്പെട്ട് നീ ജീവിക്കുക. എങ്കിൽ നിനക്കാവാം അഗ്നന്നാസ്, ധന്യതയുള്ളവനായി നിനക്ക് മാറാം. നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല ദാസനാവാം. ഈ വചനത്തിൽ, ഈ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്നത് അല്ലാഹു തന്നതിനെ നീ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ തകുൻ അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ധന്യതയുള്ളവനായി നിനക്ക് മാറാം. അല്ലാഹു തന്നതിനെ തൃപ്തിപ്പെടുന്ന മനസ്സ് നമുക്കുണ്ടോ സഹോദരങ്ങളെ?
ആ മനസ്സ് നമുക്കുണ്ടോ? ആലോചിച്ചോക്കി, 10 റുപ്യ നമ്മളെ പോക്കറ്റിലുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഈ 10 ഉണ്ടല്ലോ, ഇതില്ലാത്തവരെത്ര എന്ന് ചിന്തിക്കുന്ന മനസ്സുണ്ടെങ്കിലേ അള്ളാഹ് തന്നതിന്റെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിന്നെക്കാൾ ദുനിയാവിന്റെ കാര്യത്തിൽ മുന്നിലുള്ള മുകളിലുള്ള ആളുകളിലേക്ക് നീ നോക്കരുത്. ഫഹുവ അജ്ദറു അൻ ലാ തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിനക്ക് തന്ന നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അതാണ്. 10 റുപ്യ പോക്കറ്റിലുണ്ടെങ്കിൽ ഈ 10 റുപ്യ ഇല്ലാത്തവനും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോ അല്ലാഹു തന്നതിന്റെ വലുപ്പം സഹോദരങ്ങളെ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഖൽബിനോട് ചോദിക്കണം, എന്റെ റബ്ബിന് ശുക്ർ പറയുന്നവനാണോ ഞാൻ? പടച്ചോൻ നമുക്ക് തന്ന നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്കുള്ള സൗകര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനാകുമോ? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എത്ര വിശാലമായി റഹ്മാനായ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു. പക്ഷേ ഒരു ശുക്ർ, മനസ്സറിഞ്ഞ് റബ്ബിനോടൊരു ശുക്ർ പറയാൻ, അല്ലേ? തൊണ്ടയിലൂടെ തണുത്ത വെള്ളം ഇറങ്ങുമ്പോ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആശ്വാസം, നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു ആശ്വാസമുണ്ട്. സഹോദരങ്ങളെ, അവിടെയെങ്കിലും ഒരു അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞു പറയാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, വസ്കുറൂനി അസ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ അസ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. മദീനയിലെ ചരിത്രം നമുക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. 3 ആളുകളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അബൂബക്കറും ഉമറും ചോദിച്ചു, റസൂലേ, എന്തേ നബിയെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? എന്തിനാ റസൂലേ ഈ രാത്രിയിൽ നട്ടപ്പാതിരാക്ക ഇറങ്ങി നടക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, വല്ലാഹ്, റബ്ബിനെ തന്നെയാണ് സത്യം, അബൂബക്കറെ, ഉമറേ, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ പുറത്തിറങ്ങിയത്, അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കിയത്, അതേ കാരണമാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ഇവർ 3 ആളുകളും കൂടി നടന്നു നീങ്ങുകയാണ്. അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചാരത്തെത്തി. ഈത്തപ്പഴത്തോട്ടത്തിന് കാവൽ നിൽക്കുന്ന അൻസാരി സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഈത്തപ്പഴം പറിച്ച് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വിശക്കുന്ന റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് തന്റെ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചതിന്റെ ഉടമ റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് ഒരു പിടി കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഒരു പിടി കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. 3 ആളുകൾക്കും ഈത്തപ്പഴം കൊടുത്തപ്പോ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ 2 ആളുകളും അത് കഴിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ കിട്ടിയ ഈത്തപ്പഴത്തിലേക്ക് നോക്കി വിതുമ്പാൻ തുടങ്ങി. കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, ഇത്ര നേരം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വേദനകൾ, പ്രയാസങ്ങൾ അനുഭവിച്ച് ഉറക്കം പോലും വരാതെ എഴുന്നേറ്റ് നടന്ന നമുക്ക് ഇത് അല്ലാഹു തന്നപ്പോ എന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി റസൂലേ? ഈത്തപ്പഴത്തിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറെ, ഇത് തന്ന റബ്ബിനോട് നാളെ മറുപടി പറയണ്ടേ അബൂബക്കറെ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇത് തന്ന റബ്ബിനോട് നന്ദി പറയണ്ടേ? അള്ളാഹിനോട് ഇതിന് ഉത്തരം പറയണ്ടേ? സഹോദരങ്ങളെ, നമ്മൾ പറയണ്ടേ? ഡൈനിങ് ടേബിളുകളിൽ ഭക്ഷണത്തിന്റെ തളികകൾ നിറച്ചു വെച്ചിട്ട് അത് പോരാ എന്ന് നമ്മുടെ മനസ്സിന് തോന്നുമ്പോ നമ്മൾ ഓർക്കാറുണ്ടോ, ഞാൻ വിളമ്പി വെച്ച ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ ഉത്തരം പറയണമെന്ന ബോധം നമ്മുടെ ഖൽബിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെടാറാണ് പതിവ്, അല്ലേ? അള്ളാഹു തന്നതിനെ തൃപ്തിയോടുകൂടി കാണാൻ, അതിന് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് ശുക്ർ പറയാൻ, ഇല്ലായ്മയും വല്ലായ്മയും മാറ്റിവെക്കാൻ ജീവിതത്തിൽ നിന്ന് നമുക്ക് കഴിയണം. അതൊക്കെ കുറച്ച് മാറ്റിവെച്ച് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താം. അള്ളാഹിനോട് ചോദിക്കാം, അല്ലാഹുവേ, എനിക്ക് തരണമെന്ന് റബ്ബിനോട് എത്ര വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളതിൽ ശുക്ർ പറഞ്ഞുകൊണ്ടാവണം, ഉള്ളതിൽ നന്ദി പറഞ്ഞുകൊണ്ടാവണം.
അതുകൊണ്ട് നമ്മുടെ കരങ്ങളിൽ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അതിന് ശുക്ർ പറയുന്ന, നന്ദി കാണിക്കുന്ന, നന്ദിയുള്ള ആളുകളായി നമുക്ക് മാറാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒന്ന് തഖീ മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ട്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കുക. അല്ലാഹു തന്നതിന് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് അല്ലാഹു തന്നല്ലോ, ഇതെന്റെ കയ്യിലുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ അല്ലാഹു അത്തരക്കാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നിനക്കൊരു മുഅ്മിനാകാൻ കഴിയുമെങ്കിൽ, നീ ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം. അയൽവാസിക്ക് നന്മ ചെയ്യണം. തകുൻ മുഅ്മിന, എങ്കിൽ നീ ഒരു മുഅ്മിനായി മാറും. ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി എന്താ? സഹോദരങ്ങളെ, 5 വക്ത് നിസ്കരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം, അതുപോലുള്ള ഇബാദത്തുകളൊക്കെ. പക്ഷേ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖലകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ അതിൽ പ്രധാനമായ ഒന്ന് അയൽവാസിക്ക് നന്മ ചെയ്യാൻ പഠിപ്പിച്ചു. അയൽവാസിയോട് എപ്പോഴും കൊളത്തി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്, ബന്ധങ്ങൾ മുറിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അയൽപ്പക്ക ബന്ധത്തെ നിങ്ങൾ മുറിച്ചു കളയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പഠിപ്പിക്കാൻ, അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ അധർമ്മകാരികളാണ്, അവർ തോന്നിവാസികൾ, നാളെ പരലോകത്ത് നിന്ദ്യരായി ശിക്ഷിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രയോഗിച്ചു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പ്രധാനമായും 3 ബന്ധങ്ങളെ എണ്ണി പറയുന്നു: കുടുംബ ബന്ധത്തെയും, ആദർശ ബന്ധത്തെയും, അയൽപ്പക്ക ബന്ധത്തെയും. ഈ വാചകം അയൽപ്പക്ക ബന്ധമായതുകൊണ്ട് സഹോദരങ്ങളെ അതിനെ വിശദീകരിക്കുകയാണ്. അയൽവാസിയോടുള്ള നമ്മുടെ കടമയെന്ന്, അയൽവാസിയോടുള്ള നമ്മുടെ കടപ്പാടെന്താ? ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ മാറ്റിവെച്ച് ഇസ്ലാം പഠിപ്പിച്ചത് അയൽപ്പക്ക ബന്ധത്തെ നീ വിളക്കി ചേർക്കണം, ആ ബന്ധത്തെ നീ മുറിക്കാൻ പാടില്ല, അവനുമായി ശണ്ട കൂടാൻ പാടില്ല. ആ അയൽവാസി നമ്മളെ സംബന്ധിച്ച് നിർഭയരായിരിക്കുന്ന കാലത്തോളം അപ്പോഴേ നീ മുഅ്മിനാവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചതാണ്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ നിന്ന് വിശദീകരിക്കുകയാണ്. ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു. ജിബ്രീൽ വന്നിട്ട് അയൽവാസിക്ക് നമ്മൾ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും എന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു. ജിബ്രീലിന്റെ വിശദീകരണം കേട്ട് എനിക്ക് തോന്നിപ്പോയി, എന്റെ അയൽവാസിക്ക് എന്റെ അനന്തര സ്വത്തിൽ നിന്ന് വിഹിതമുണ്ട് എന്നെങ്ങാനും ജിബ്രീൽ പറയുമോ എന്ന് തോന്നിപ്പോകുമാറ് അയൽപ്പക്ക ബന്ധത്തിന്റെ മഹിമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു തന്നു എന്നാണ്. ഈ ബന്ധത്തിന്റെ പ്രത്യേകത എന്താ? ഈ ബന്ധത്തിന്റെ മഹിമ എന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും ആ ബന്ധങ്ങൾക്ക് വിള്ളലില്ലാതെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് നന്മ ചെയ്യാം. അയൽവാസിക്ക് നന്മ ചെയ്യാം. നമ്മളെ അയൽവാസിയുടെ വീട്ടിൽ ഒരു കറണ്ട് ഇട്ടണമെങ്കിൽ നമ്മൾ അതിരിക്കൂടി ഒരു ലൈൻ അങ്ങോട്ട് പോകണം. നമ്മളോട് ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ അതിരിക്കൂടി എന്റെ വീട്ടിലേക്കൊരു കറണ്ടിന് വലിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അത് പറ്റൂല, അത് നടക്കൂല എന്നതാണ് നമ്മുടെ മറുപടിയെങ്കിൽ നമ്മുടെ ഈമാൻ എവിടെയുണ്ടെന്ന് പരിശോധിക്കണം. വാപ്പാക്ക് നെഞ്ചുവേദന എടുത്തിട്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ട് അയൽവാസിയായ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാക്ക, നിങ്ങളെ വണ്ടി ഒന്ന് തരുമോ, ഞാന് എന്റെ ഉപ്പാക്ക് സുഖല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ താക്കോൽ എടുത്തു കൊടുക്കാൻ മടിയുണ്ടോ? ഈമാനിന് തകരാറുണ്ടെന്നർത്ഥം, ഈമാനിന് വിള്ളലുണ്ടെന്നർത്ഥം. പരിശോധിക്കണം സഹോദരങ്ങളെ, പരിശോധിക്കണം, നന്നായി പരിശോധിക്കണം നമ്മൾ എവിടെയാണുള്ളത് എന്ന്. നമ്മൾക്കറിയാം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മതത്തെ കളവാക്കിയവരെ നിങ്ങൾക്കറിയുമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. 5 സ്വഭാവങ്ങൾ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടിട്ടുണ്ടോ, അവനെ നീ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അവിടെ 5 ഗുണങ്ങൾ പറയുന്നുണ്ട്, മതത്തെ കളവാക്കിയവരുടെ 5 ഗുണം. ആ 5 ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ അതിന്റെ അവസാനത്തെ വചനം എന്താണെന്നറിയോ? വയംനഊനൽ മാഊൻ,
പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരാണ്. എന്താ ഈ പരോപകാര വസ്തു? നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആ പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ അയൽവാസി വന്നൊരു കത്തി നമ്മളോട് ചോദിച്ചാൽ അപ്പൊ നമ്മളെ കത്തിക്ക് പൊടി ഉണ്ടാവൂല, അപ്പൊ നമ്മളെ കത്തിക്ക് പിന്നെ വെട്ടിയ മുറിയൂല, അതിന് മൂർച്ച ഉണ്ടാവൂല, അതിനില്ലാത്ത കുഴപ്പങ്ങളില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ തകരാറ് പറഞ്ഞ് അതങ്ങോട്ട് മാറ്റിവെക്കാൻ, അതെടുത്ത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടോ എന്ന് നോക്കാറുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്സിൻ ഇലാ ജാരിക, അയൽവാസിക്ക് നന്മ ചെയ്തോ എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു മുഅ്മിനായി മാറാം. നാലാമത്തെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നിനക്കൊരു മുസ്ലിം ആവണമെങ്കിൽ, ഒരു മുസ്ലിമിന്റെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. അഹിബ്ബ ലിന്നാസ്, ജനങ്ങൾ നീ ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന കാലം, അത് സ്വതക്ക ചെയ്യാനുള്ള ഒരു പ്രചോദനം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാം. നീ ഇഷ്ടപ്പെട്ടത് നീ ദാനം ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു മുസ്ലിം ആവാം. വേദനിക്കുന്നവന്റെ പ്രയാസം തിരിച്ചറിയാൻ കഴിയണം, ബുദ്ധിമുട്ടുന്നവന്റെ വേദനകൾ അറിയാൻ കഴിയണം, സമ്പത്തിൽ നിന്നൊരു വിഹിതം സ്വതക്കു വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. അല്ലേ? എത്രത്തോളം സഹോദരങ്ങളെ ചിന്തക്കാണ് പ്രാധാന്യം. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തക്കാണ് പ്രാധാന്യം. കുറെ കൊടുക്കുന്നു എന്നുള്ളതല്ല, എടുത്തു കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടല്ലോ. എന്റെ കയ്യിലുണ്ടെങ്കിൽ ചോർന്നലിക്കുന്ന എന്റെ അയൽവാസിയുടെ വീട് ഞാനൊന്ന് നന്നാക്കി കൊടുക്കുമായിരുന്നു, ഒന്ന് ശരിയാക്കി കൊടുക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. നിങ്ങൾക്കറിയോ, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അല്ലാഹു സന്തോഷിച്ചു എന്ന് ഒരു സഹാബിയുടെ പ്രവർത്തനത്തെ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി റസൂലുള്ളാഹി വിശദീകരിക്കുന്ന ഒരു സംഭവം. പള്ളിയിൽ നിന്ന് സഹാബികളെല്ലാരും റസൂലുള്ളാഹിന്റെ ചുറ്റിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീന് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ദർസ് തീരുമ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി വരികയാണ് ഞാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് തലയാട്ടി, തല താഴ്ത്തിയിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥിയെ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണം, ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മുന്നിലിരിക്കുന്നത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തിയതാണ്. എന്തെന്നറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, കൊണ്ടുപോകുമോ അബൂബക്കറെ എന്റെ അതിഥിയെ എന്നൊരു നോട്ടാണ് റസൂലുള്ളാഹിന്റെ നോട്ടമെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തല താഴ്ത്തി. വീട്ടിൽ പട്ടിണിയിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഓരോ സഹാബികളും നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖഭാവം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അബൂ തൽഹത്തുൽ അൻസാരി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങളുടെ അതിഥിയെ, ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ അതിഥിയെ എന്റെ അതിഥിയായി ഞാൻ സ്വീകരിച്ചോളാം റസൂലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയുടെ കൈ പിടിച്ച് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ കൊണ്ട് വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് അബൂ തൽഹക്ക് അറിയില്ല. വീട്ടിലേക്ക് കയറി ചെന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നേരെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അതിഥിയെ പിടിച്ച് സൽക്കരിച്ചിരുത്തി അകത്തേക്ക് കയറി ചെന്ന് ഭാര്യയുമായി നടത്തുന്ന ഒരു സംഭാഷണം. ഇവിടെ എന്താ ഉള്ളത് കൊടുക്കാൻ? ഉള്ളത് ഇതാ ഒരു പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ച് ഗോതമ്പിന്റെ ഒത്തിരി ഭക്ഷണം, അതല്ലാതെ അവിടെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? മക്കൾ ഉണർന്നാൽ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, എന്ത് ചെയ്യുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബൂ തൽഹത്തുൽ അൻസാരി പറഞ്ഞു, മക്കൾ ഉണർന്നിട്ടല്ലേ, ഉള്ളത് നീ ഒരു പാത്രത്തിലേക്ക് വിളമ്പ്. വന്നത് റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, നമ്മൾ കൂടുതൽ പരിഗണിക്കണം. അതിഥി സൽക്കാരത്തിന്റെ മഹിമ പഠിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ ഉള്ളത് വിളമ്പിയ ഒരു പാത്രത്തിലേക്ക്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ വീട്ടിലേക്ക് വന്ന അതിഥിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് ഭാര്യയാണ്. ഭാര്യയോട് പറഞ്ഞു, ആദ്യം നീ പോയി പാത്രം വെക്കണം, രണ്ടാമത് നീ വിളക്ക് വെക്കണം. വിളക്ക് വെച്ചിങ്ങോട്ട് പോരുമ്പോ വിളക്കൂതിയിട്ട് ഇങ്ങോട്ട് പോന്നണം. ഉള്ളത് അതിഥി കഴിക്കട്ടെ, ഞാനും കൂടി കഴിച്ചാൽ അതിഥിക്ക് തികയില്ല. ഞാനും കൂടി കഴിച്ച് അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ, കഴിക്കുന്ന പോലെ ഇരുന്നിട്ടില്ലെങ്കിൽ അതിഥിയുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് ഉള്ളത് അതിഥി കഴിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയുടെ വാക്ക് കേട്ട്, അബൂ തൽഹയുടെ വാക്ക് കേട്ട് ഭാര്യ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുമ്പോ വിളക്കൂതി എണീറ്റ് പോന്നു. വിളക്ക് എണ്ണ തീർന്നിട്ട് കെട്ടതാണെന്ന് വിചാരിച്ചു കൊള്ളുമെന്നാണ് അബൂ തൽഹത്തുൽ അൻസാരിയുടെ വാക്ക്. സഹോദരങ്ങളെ, ആ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. എഴുന്നേറ്റ് പോന്നു. അബൂ തൽഹ ആ പാത്രത്തിൽ കൈയിട്ടിരുന്നു.
അതിഥി ഭക്ഷണം കഴിച്ചു. വീട്ടിലേക്ക് മടങ്ങി വിശന്നൊട്ടിയ വയറുമായി അബൂ തൽഹത്തുൽ അൻസാരിയും കുടുംബവും അന്ന് രാത്രി ആ വീട്ടിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം സുബഹിന്റെ ജമാഅത്തിന് റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് അബൂ തൽഹത്തുൽ അൻസാരി പോകുന്നുണ്ട്. എന്തിനെന്നറിയോ? നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ ദർസ് കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, ഇന്നലെ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ കൂലി എത്രയാണെന്ന് എനിക്കറിയണം. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലാസ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ദർസും കഴിഞ്ഞ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നിട്ട് അബൂ തൽഹാൻ അടുത്തേക്ക് വിളിച്ച് രണ്ട് ഷോൾഡറിലും കൈവച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ തൽഹ, നീ ഇന്നലെ കാണിച്ച ആതിഥ്യ മര്യാദ കണ്ട്, അതിഥി മര്യാദ കണ്ട്, സ്വതക്കയുടെ മഹിമ കണ്ട് അല്ലാഹ് പോലും സന്തോഷിച്ചു മോനെ അബൂ തൽഹ. അല്ലാഹു പോലും സന്തോഷായില്ല. ആ ഒരു സന്തോഷം ജീവിതത്തിൽ സ്വീകരിച്ച് അത് നെഞ്ചിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ഈ സന്തോഷ വാർത്ത ഭാര്യയോട് അറിയിക്കാൻ വേണ്ടി ഓടുന്ന രംഗമുണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ. നമുക്കറിയാം സഹോദരങ്ങളെ, എത്രത്തോളം ഉണ്ട് ഒരാൾക്ക് അന്നം കൊടുത്താൽ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. എടുത്തു കൊടുക്കുക. ഉള്ളത് കുറച്ചാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. ആവശ്യമുള്ള സമയത്ത് ദാനം ചെയ്യുമ്പോൾ എനിക്ക് കൂലി പ്രത്യേകം, അതിന് പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് എടുത്തു കൊടുക്കുക. എന്തിന്? ആരാന്റെ പിന്നെ മഹിമ കിട്ടാനല്ല, നാട്ടുകാരുടെ പൊങ്ങച്ച വർത്താനം കേൾക്കാനല്ല. എന്റെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടണമെന്ന നിയ്യത്തിലാണെങ്കിൽ നീയത്തിന് കൂലിയാണ്. അതുകൊണ്ട് രേഖപ്പെടുത്തുന്ന അമലുകളുമായി സഹോദരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകണം നമുക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം, അതുപോലെ നീ ഇഷ്ടപ്പെട്ട നിന്റെ മുതൽ നീ ദാനധർമ്മത്തിലേക്ക് കൊടുക്കണം. ഒരു വിഹിതം സ്വതക്കക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നല്ല മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 5 ഉപദേശങ്ങളിലെ 4 ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. 5-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫലാ തുക്സിറുൽ ളഹിക ഫഇന്നൽ ളഹിക തുമീതുൽ ഖൽബ്. ഫലാ തുക്സിറുൽ ളഹിക, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ആഹ്ലാദം ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ദുനിയാവിലെ മനുഷ്യന്റെ ജീവിതം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് തിമർത്തുകൊണ്ടുള്ള ജീവിതം, ആഘോഷങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാത്രം സ്വീകരിച്ച് ഭൂമിയിലൂടെ ആഹ്ലാദിച്ച് മാത്രം ജീവിക്കുന്ന, ദുനിയാവിനെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം നോക്കൂ, ഫലാ തുക്സിറുൽ ളഹിക, അമിതമായി ചിരിക്കരുത്. ചിരി ഒരു ഹോബിയായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ചിരി ഒരു ഹോബിയായി സ്വീകരിക്കുന്ന ആളുകൾ എപ്പോ നോക്കിയാലും അതിന്റെ പിന്നാലെയാണ്. അതിനു വേണ്ടി കലകൾ കെട്ടുന്നവർ, അതിനുവേണ്ടി കലകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവർ, അവരെ സംബന്ധിച്ചൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാക്ക് ഫലാ തുക്സിറുൽ ളഹിക വഇന്നൽ ളഹിക തുമീതുൽ ഖൽബ്. അമിതമായി നീ ആഹ്ലാദിച്ചാൽ, അമിതമായി ദുനിയാവിൽ പരലോകത്തെ മറന്നു നീ ജീവിച്ചാൽ, തുമീതുൽ ഖൽബ്, നിന്റെ ഹൃദയം മരവിച്ചു പോകും. ഹൃദയത്തിനൊരു മരവിപ്പുണ്ടാകും. ഹൃദയം മരവിച്ചാലുള്ള അപകടം, നിഫാഖ് നിന്റെ ഹൃദയത്തെ ബാധിക്കും. മരണചിന്ത നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കാപട്യത്തെ സൂക്ഷിക്കുക. മരണചിന്ത ജീവിതത്തിൽ ഉണ്ടാവണം. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, ധാരാളം നിങ്ങൾ മരണത്തെ ഓർക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഈ ജുമഅയുടെ ഈ ഖുതുബ കേൾക്കാൻ ഇന്ന് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടിയെങ്കിൽ
അടുത്ത ആഴ്ചയിൽ നമ്മൾ ആരൊക്കെ ഈ പള്ളിയിൽ ഒരുമിക്കുമെന്ന് പറയാൻ നമുക്ക് ആർക്ക് സാധിക്കും? എന്ത് ഗ്യാരണ്ടിയുണ്ട്? അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടും. ആഹ്ലാദങ്ങളും ചിരികളും ദുനിയാവിനോടുള്ള ഈ ഒരു അലങ്കാരങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ട് ഈ അലങ്കാരങ്ങളൊക്കെ നമുക്ക് നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് നീ ജീവിച്ചാൽ അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് കാപട്യം കടന്നുകൂടുന്നതിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധ വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫാന്റെ കൈ പിടിക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. ഹുദൈഫ റസൂലുള്ള എണ്ണിയ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എന്റെ പേരെങ്ങാനും എണ്ണിയിട്ടുണ്ട്. ഹുദൈഫ റസൂലുള്ള എണ്ണിയ കപടന്മാരുടെ കൂട്ടത്തിൽ എന്റെ പേര് താങ്കളോട് കപട വിശ്വാസികളുടെ ഒരു ലിസ്റ്റ് റസൂലുള്ള തന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിൽ എന്റെ പേരുണ്ടോന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഹുദൈഫ പറഞ്ഞില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ആവർത്തിച്ചു ചോദിച്ചു. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉമറിന്റെ കണ്ണുനീര് കണ്ട് പറഞ്ഞ വാക്ക്, ഉമറെ താങ്കളുടെ പേര് അതിലില്ല, ആരുടെയൊക്കെ പേരാണ് അതിലുള്ളത് എന്ന് എനിക്കറിയില്ല ഉമറെ എന്ന വാചകമാണ്. അത് പറഞ്ഞു തരില്ല ഉമറെ, അത് താങ്കൾ ചോദിക്കരുത് ഉമറെ, നിങ്ങളുടെ പേര് അതിലില്ല എന്നത് ഉറപ്പാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു മടങ്ങുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരാ ഉമർ? അൻത ഫാറൂഖ് യാ ഉമർ എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ വ്യക്തിയാണ്. താങ്കൾ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവനാണ് ഉമറെ താങ്കൾ. ആ വാക്ക് ഹബീബിന്റെ നാവിൽ നിന്ന് കേട്ട വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗത്തിലെ ഒന്നാമൻ അബൂബക്കറാണ്. എന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിലെ ഒന്നാമൻ എന്റെ അബൂബക്കറാണ്, സ്വർഗ്ഗത്തിലെ രണ്ടാമൻ എന്റെ ഉമറാണെന്ന് ഹബീബിന്റെ നാവ് കൊണ്ട് കേട്ട ആ സ്ഥാനം കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാവുകൊണ്ട്, റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗത്തിലെ രണ്ടാമൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ ഉമർ, സ്വർഗ്ഗത്തിൽ ഉമറിന് വേണ്ടി അല്ലാഹു കൊട്ടാരം ഒരുക്കി വെച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമർ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹുദൈഫാന്റെ കൈ പിടിച്ച് ചോദിച്ചത്, നിന്റെ പേരെങ്ങാനും കപടന്മാരുടെ കൂട്ടത്തിൽ റസൂലുള്ള എണ്ണിയിട്ടുണ്ടോ എന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കണം, നമ്മൾ എത്ര ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ആഖിറത്തിനെ മറന്ന് ജീവിക്കുന്ന സാഹചര്യം നമുക്കുണ്ടാവരുത്. അല്ലാഹുവിനെ മറന്ന് ആടിത്തിമർത്തുള്ള ജീവിതം ഉണ്ടാകരുത്. ഹറാമും ഹലാലും മറന്നുകൊണ്ട് ഹലാലിനെ വിട്ട് ബാത്തിലിന്റെ കൂടെ ജീവിക്കുന്ന മാർഗ ജീവിതം, അത്തരത്തിലുള്ള ജീവിത മാർഗം നമുക്കുണ്ടാവരുത്. ജീവിതത്തെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മരിക്കണമെന്ന ബോധത്തോടുകൂടി ജീവിക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കണം. എല്ലാ നിഷിദ്ധങ്ങളെയും വലിച്ചെറിഞ്ഞ് ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാകണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാകണം. ഏത് പ്രതിസന്ധിയിലും എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, എന്റെ റബ്ബാണ് എനിക്ക് വലിയവനെന്ന് അല്ലാഹു അക്ബർ എന്ന് ജീവിതത്തിൽ പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്. അതാണ് നമ്മുടെ വിജയത്തിന്റെ വഴി. അതുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹു തന്നതിന് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അയൽവാസിക്കും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ വിളക്കി ചേർക്കുക. അതുപോലെ തന്നെ ദാനധർമ്മത്തിന് പ്രചോദനമാകുന്ന നല്ല മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഉള്ളതിൽ നിന്ന് ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന മനസ്സുണ്ടാവുക. അതുപോലെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ മരണത്തെ ഓർത്ത് ഈ ദുനിയാവിലെ എല്ലാ തിമർപ്പുകളെയും മറന്ന് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഉറച്ച് അതിൽ കൃത്യമായി ശിർക്ക് കലരാത്ത വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദീൻ എന്താണെന്ന് പഠിക്കുക. അല്ലാഹു അത് മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു ശിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും
അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനത്ത് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങൾ, എല്ലാവരുടെ വിഷമങ്ങൾക്കും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.